ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമേ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ്ങിൽ എന്താ ചെയ്യണം? ഇൻകമിനെ ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്യണം, സേവിങ്സ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ 1 or more സോഴ്സ് ഓഫ് ഇൻകം ഉള്ളവർക്ക് അവരുടെ മന്ത്ലി ഇൻകം എത്രയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ഈ മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യുമ്പോൾ അത് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സേവിങ്സ് കൂട്ടാൻ പറ്റും. നമുക്ക് ഈ മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യാൻ അറ്റ്ലീസ്റ്റ് 2 ബാങ്ക് അക്കൗണ്ട്സ് വേണം. അതിൽ ഒന്ന് സാലറി അക്കൗണ്ടാണ്, അതായത് സാലറി ക്രെഡിറ്റ് ആണ് അക്കൗണ്ട്. പിന്നെ ഒരെണ്ണം സേവിങ്സ് അക്കൗണ്ട്, സാധാ SB അക്കൗണ്ട്. പിന്നെ ഒരു ബാങ്ക് അക്കൗണ്ട് കൂടി, അത് ഓപ്ഷണലാണ്. അതെന്തിനാന്ന് ഞാൻ ഇനി പറയാം. ഇത് ഓപ്ഷനാണ്. ഇന്ന് നമ്മൾ ഇൻകം ഒരു 30,000 ആണ് എടുക്കുന്നത്. ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഇൻകമാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഞാൻ ഈ ഇൻകം വെച്ചാണ് മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യാൻ പോണത്. നിങ്ങളുടെ ഇൻകം വെച്ചും നിങ്ങളുടെ എക്സ്പെൻസ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ നിന്ന് ഒരു ബേസിക് ഐഡിയ എടുത്തിട്ട് നിങ്ങളുടെ ഇൻകമും എക്സ്പെൻസും വെച്ച് ചെയ്യണം. ആദ്യമേ തന്നെ നമുക്ക് നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് മന്ത്ലി എക്സ്പെൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഗ്രോസറീസ്, അതായത് വീട്ടിന് വേണ്ടി സാധനങ്ങൾ, മിൽക്ക്, പിന്നെ ഇലക്ട്രിസിറ്റി, ഗ്യാസ്, ന്യൂസ് പേപ്പർ, വാട്ടർ ബിൽ, ഫോൺ ബിൽ, പെട്രോൾ. ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ എമൗണ്ടൊക്കെ എത്രയാണെന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഈ ഇലക്ട്രിസിറ്റിയൊക്കെ 2 മാസം കൂടുമ്പോഴായിരിക്കും ബില്ല് വന്നത്. പക്ഷെ ഞാൻ അത് ഡിവൈഡഡ് ബൈ 2 ഇട്ടിട്ടാണ് റഫായിട്ട് ഈ എമൗണ്ട് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ എല്ലാം ഒരു റഫ് എമൗണ്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പെൻസ് ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലാകാം. അതുകൊണ്ട് ഞാനിവിടെ ഒരു എക്സ്ട്രാ എമൗണ്ട് ഇടുന്നു. ഒരു 4,000 എക്സ്ട്രാ എമൗണ്ട് ഇടണം. പിന്നെ ഒരു മിസ്ലേനിയസ്, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില മാസങ്ങളിൽ ചില ചിലവുകൾ വരാം. അപ്പോൾ ഞാൻ അതിന് ഒരു 2,000 കൂടി ഇടുകയാണ്. സോ നമ്മുടെ മന്ത്ലി എക്സ്പെൻസ് ഇതെല്ലാം കൂടെ കൂട്ടിയ 14,000 ആണ് വന്നത്. അപ്പോൾ നമുക്ക് മന്ത്ലി എക്സ്പെൻസ് എത്രയാണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് മന്ത്ലി നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ സേവിങ്സിന് വേണ്ടി ഉള്ളത് 30,000 മൈനസ് 14,000. അതായത് ഇനി ഇൻ ഹാൻഡിൽ സേവ് ചെയ്യാനുള്ളത് 16,000 ആണ്. ഇപ്പോൾ നമുക്ക് സേവിങ്സിനെ കുറിച്ച് നോക്കാം. സേവിങ്സിൽ നമുക്ക് എമർജൻസി ഫണ്ടുണ്ട്, പിന്നെ ഷോർട്ട് ടേം സേവിങ്സും പിന്നെ ലോങ് ടേം സേവിങ്സും.
ഈ എമർജൻസി ഫണ്ട് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും സിക്കാണെങ്കിൽ എമർജൻസി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാനാണ് ഈ എമർജൻസി ഫണ്ട്. ഈ ഷോർട്ട് ടേം സേവിങ്സ് നമുക്ക് ഒരു 1 to 5 ഇയേഴ്സിൽ യൂസ് ചെയ്യാനുള്ളതാണ് സേവിങ്സാണ് ഷോർട്ട് ടേം സേവിങ്സ്. അതുപോലെ തന്നെ ലോങ് ടേം ഒരു 5 to 10 or 15 ഇയേഴ്സ് ഒക്കെ സേവ് ചെയ്യാനാണ് ഈ ലോങ് ടേം സേവിങ്സ്. അപ്പോൾ ആദ്യം നമ്മൾ എമർജൻസി ഫണ്ടിൽ എത്ര രൂപ ഇടാമെന്ന് നോക്കാം. അപ്പോൾ ഇത് ഓരോരോ ആളുടെ ഫാമിലി സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും ഇതിലോട്ട് ഫണ്ട് ഇടേണ്ടത്. ഇപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ കൂടുതലാണ് അല്ലെങ്കിൽ സിക്ക് പീപ്പിൾ കൂടുതലാണെങ്കിൽ എന്തായാലും ഇതിൽ കൂടുതൽ എമൗണ്ട് ഇടണം. ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ ആ സെക്കൻഡ് അക്കൗണ്ട് ഇതിന് യൂസ് ചെയ്യണം. അതായത് SB അക്കൗണ്ട് എന്താ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് മോർ ആക്സസിബിൾ ആണ്. നമുക്ക് പെട്ടെന്ന് ഫണ്ട് വേണമെങ്കിൽ നമുക്ക് പോയി അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്താൽ മതി. അപ്പോൾ തീർച്ചയായും നമ്മൾ ഒരു SB അക്കൗണ്ടിൽ തന്നെയാണ് എമർജൻസി ഫണ്ട് വെക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 6,000 എമർജൻസി ഫണ്ടിന് വേണ്ടി വെക്കുന്നു. അപ്പോൾ എമർജൻസി ഫണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ ഇൻ ഹാൻഡ് $10,000 ഉണ്ട്. ഇതാണ് നമ്മൾ ലോങ് ടേം സേവിങ്സിനും ഷോർട്ട് ടേം സേവിങ്സിനും യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ഷോർട്ട് ടേം സേവിങ്സ് എന്തൊക്കെയാണ് ഓപ്ഷൻ ഉള്ളതെന്ന് നോക്കാം. ഷോർട്ട് ടേം സേവിങ്സ് ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞ തേർഡ് അക്കൗണ്ട് SB അക്കൗണ്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു 5 വർഷത്തേക്ക് ചിട്ടി യൂസ് ചെയ്യാം ഷോർട്ട് ടേം സേവിങ്സ് ആയിട്ട്. അല്ലെങ്കിൽ RD യൂസ് ചെയ്യാം, FD യൂസ് ചെയ്യാം. വേറെ ഓപ്ഷൻ മ്യൂച്വൽ ഫണ്ടാണ്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ്. ഇതിന് ഒന്നിനും നമുക്ക് റിസ്ക് ഇല്ല. പക്ഷേ മ്യൂച്വൽ ഫണ്ടിന് മീഡിയം റിസ്ക്കും സ്റ്റോക്ക് മാർക്കറ്റിന് ഹൈ റിസ്ക്കും ഉള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർ മാത്രം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളവരൊക്കെ റിസ്ക് ഇല്ലാത്ത അത്യാവശ്യം ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള RD FD ഒക്കെ ഷോർട്ട് ടേം സേവിങ്സ് ആയിട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഷോർട്ട് ടേം സേവിങ്സ് ആയിട്ട് ഞാൻ ഒരു 5,000 റുപ്പീസാണ് സേവ് ചെയ്യുന്നത്. ഈ ഷോർട്ട് ടേം സേവിങ്സ് ഇപ്പോൾ നമുക്ക് 5 വർഷത്തേക്ക് സേവ് ചെയ്തിട്ട് 5ാമത്തെ വർഷം ഒരു കാർ മേടിക്കാം. ലൈക്ക് ലോൺ എടുത്താലും നിങ്ങൾക്ക് ഒരു മാർജിൻ എമൗണ്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ സേവ് ചെയ്ത എമൗണ്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ സേവ് ചെയ്യണം. ഇനി നമുക്ക് ലോങ് ടേം സേവിങ്സ് നോക്കാം. അതിൽ ഓബ്വിയസ്ലി നമ്മുടെ കയ്യിൽ ഇൻ ഹാൻഡ് ഇനി 5,000 ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ 5,000 റുപ്പീസാണ് ഇടണത്. അപ്പോൾ ലോങ് ടേം സേവിങ്സ് എന്തൊക്കെയാണ് ഓപ്ഷൻ നോക്കാം. ചിട്ടി ചേരാം, അല്ലെങ്കിൽ RD ഒരു ഓപ്ഷനാണ്. പക്ഷേ FD ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ ഇവിടെയും മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റും ഒരു ഓപ്ഷനാണ്. പിന്നെ ഇവിടെ PPF ഒരു 15 ഇയേഴ്സ് പ്ലാനാണ് ഈ PPF. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മന്ത്ലി ബഡ്ജറ്റ് പ്ലാനിങ് ചെയ്യണത്. ഇത് ജസ്റ്റ് ഒരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റിയും നിങ്ങളുടെ പ്ലാൻ അനുസരിച്ചും ഷോർട്ട് ടേമും ലോങ് ടേമിൻ്റെ അമൗണ്ടൊക്കെ വ്യത്യാസം വരുത്താം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം.
സോ ഞാനിവിടെ മന്ത്ലി ഇൻകം 30,000 ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 14,000 വന്നിരിക്കുന്നത്. അതിൽ ഞാൻ എമർജൻസി ഫണ്ടിൽ 6,000 ഇട്ടു. ഷോർട്ട് ടേം സേവിങ്സ് ആയിട്ട് ഞാനൊരു 5,000, ലോങ് ടേം സേവിങ്സ് ആയിട്ട് ഞാൻ ഒരു 5,000 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസൊക്കെ കുറച്ച് നല്ലപോലെ സേവ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.